ഹായ് 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 ചങ്ങായിമാരെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓ ഗായ്സ്, അപ്പോൾ ഇന്നലെ ഞങ്ങള് നിന്നിട്ടുള്ള ധാബയാണ്. ഇവിടെ നിന്ന് ഇറങ്ങിയില്ല. കുളി കഴിഞ്ഞ് അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ അലക്കി ഒന്ന് സെറ്റായി അല്ലേ. അത് ഇനി ഇവിടെ ഒരു മയൻ്റെ ഒരു മട്ടും ഭാവമുണ്ട്. രാവിലെ തന്നെ ഒരു ഒറ്റ തെളിയില്ല. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 9:30 സമയമായി. 9:30 ആയിട്ടും ഒരു ഇരുണ്ട് മൂടി കട്ടി കിടക്കുന്ന ഒരു കാലാവസ്ഥയാണ്. ഇവിടെ ഈ ഷോപ്പ് ഉണ്ടോ മോനെ? ഓപ്പണാ? നമുക്ക് എയറും ചെക്ക് ചെയ്യണം. ആ സൈഡത്തെ വീലിൽ എയർ കുറവാണ്. അപ്പോൾ ഇന്നലെ നമ്മൾക്കൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോക്ക് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു എയർ കുറവുണ്ട് എന്നൊക്കെ. ശരിയാണ്, എയർ കുറവുണ്ട്. ഞാൻ ചെക്ക് ചെയ്തതാണ് കേട്ടോ. പിന്നെ അത് അല്ലേ. പിന്നെ പഞ്ചറൊന്നുമല്ല, പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ മൊത്തത്തിൽ നമ്മുടെ വണ്ടി നിങ്ങൾക്കറിയാമല്ലോ, സുഖമാണ്, എല്ലാം കൊണ്ട് ഓക്കെയാണ്. പിന്നെ ഇന്ന് നമ്മൾക്ക് ഫസ്റ്റ് തന്നെ കിട്ടേണ്ടത്, ആദ്യം നമ്മൾ ഇവിടുന്ന് നമ്മൾ അങ്ങോട്ടാണ് പോകേണ്ടത്. അത് നമ്മൾ ആ സൈഡാണ് പോകുന്നത്. നമ്മൾ പക്ഷേങ്കിൽ നമ്മൾ ഇതിലെങ്ങനെ പോയി അങ്ങനെ യൂ ടേൺ എടുത്തിട്ട് അങ്ങനെ 3 കിലോമീറ്റർ റിട്ടേൺ ഓടാനുള്ള കാരണം എന്താ വെച്ചാൽ അവിടെ വെള്ളമുണ്ട് അല്ലേ. വെള്ളമുണ്ടെന്ന് പറഞ്ഞാൽ. അപ്പോൾ കുടിവെള്ളം എടുത്തിട്ട് പോവാം. കാരണം നമ്മൾക്ക് കുക്ക് ചെയ്യൊക്കെ വേണ്ട. ഞങ്ങളൊന്നും കഴിച്ചില്ല. ഞങ്ങളിപ്പോൾ നമ്മുടെ ഫ്ലാസ്കിലുണ്ടായ വെള്ളമില്ല, തീരല്ല. കുടിക്കാൻ പോലും വെള്ളമില്ലാത്ത ഇതൊക്കെ പോയി. കാരണം ഒന്നില്ലാതെ ആ ക്യാനിന് ഓട്ടയായിട്ട് വെള്ളം തലേ ദിവസം എടുത്ത് വെക്കാൻ തന്നെ ഒരു ബുദ്ധിമുട്ടായി പോയി. വെച്ചിട്ട് തന്നെ ഞങ്ങൾക്ക് മതിയാണ്. അന്ന് തന്നെ വെള്ളം പോയില്ലേ. അപ്പോൾ എന്താ വെച്ചാൽ അല്ലെങ്കിൽ ക്യാൻ നമ്മൾ വേറെ വാങ്ങണം, അല്ലാതാണെങ്കിൽ ക്യാൻ ചെരിച്ച് വെക്കണം. ഇപ്പോൾ ഇതുവരെ ചെരിച്ച് ഞങ്ങൾ വെച്ച്. അപ്പോൾ ഞങ്ങളത് നോക്കട്ടെ. ഞാൻ വെള്ളം എടുത്തിട്ട് വേണം നമുക്ക് യാത്ര ആരംഭിക്കാം. എന്നാൽ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്ക് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഞാനും കുക്കും നിങ്ങൾക്ക് അറിയാമല്ലോ, ഞങ്ങൾ രണ്ടാളും ഈ ഒരു ഓട്ടോറിക്ഷയും കൊണ്ട് യാത്ര ആരംഭിച്ചിട്ടുള്ളത്. ഓട്ടോ ലൈഫാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബൾബ് നമ്മൾ മാറ്റി, കഴിഞ്ഞ വീഡിയോയിൽ മാറ്റിയല്ലേ. ഏതായാലും ഇതുവരെ ഈ ഒരു മഹാരാഷ്ട്ര വരെ നമ്മൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളോ കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല. ഇപ്പോഴത്തെ അവസ്ഥ നല്ല കാലാവസ്ഥ ഞങ്ങൾക്ക്. കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമാണ്. പക്ഷേങ്കിൽ ഇനിയിപ്പോൾ നമ്മളുള്ളത് മഹാരാഷ്ട്രയിലാണ്. ഇവിടെ കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞിരുന്നു പോലീസുകാരുടെ ശല്യം ഭയങ്കരമായിരിക്കും. അപ്പോൾ അതൊക്കെ തരണം ചെയ്തിട്ട് വേണം നമുക്ക് മധ്യപ്രദേശിൽ കയറാം. മധ്യപ്രദേശിൽ നമ്മൾ ഇതുമായിട്ട് കയറിയില്ല, ആദ്യമായിട്ട് കയറാൻ വേണ്ടി പോവാണ്. ഉത്തർപ്രദേശ് ഇങ്ങനെ കട്ടാവും പോകും. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ട്. അത് നോക്കാം. നമ്മൾ പരമാവധി ഞങ്ങൾക്കൊണ്ട് വെക്കണമാരെയൊക്കെ അവിടെ സംസാരിച്ച് വർഗം ചെയ്തൊക്കെ നോക്കും. അതൊരു 50 രൂപയിലൊക്കെ കുറഞ്ഞാൽ അതല്ല നല്ലത്. ഇത് നമ്മൾ ഇന്നലെ നിന്ന ധാബയാണ്. പക്ഷേ ഞങ്ങൾ ഇവരോട് ഒരു യാത്ര പറയണം, ഇദ്ദേഹത്തോട് മെയിനായിട്ട് യാത്ര പറയണം. ഓക്കെ, ബായ്, താങ്ക് യു, ബായ്. ആധാർ കാർഡ്, നമ്മുടെ വീഡിയോ കാണുന്നതിന് ആധാർ കാർഡ് വേണമെന്ന് ചോദിച്ച ഒരാളാണിത്. ആള് നിസ്സാരമല്ല. आपका नाम बोलो. दशरथ. ओके, बाय. ओके बाय. आपका नाम बोलो भाई. रोशन. ओके, थैंक यू भाई. ओके. हाँ, पानी. ओके, താങ്ക് യു. വരും വീഡിയോ. അതെ, നമ്മൾ ഇന്നലത്തെ വീഡിയോ ഒന്ന് വരും എന്ന് പറഞ്ഞതായിരുന്നു. ഏതായാലും അങ്ങനെ. അപ്പോൾ ഞങ്ങളൊന്ന് അവരോട് യാത്ര പറഞ്ഞു. നമ്മുടെ ഇവിടുന്ന് എയർ ചെയ്യണം അല്ലടാ, എയർ ചെയ്തിട്ട് പോവാം. അതാവും നന്നാവുക. ഇത് മിക്ക ധാബകളിലും ഉണ്ടാവും കേട്ടോ, ഈ എയർ ചെക്കിങ്ങിൻ്റെ. അതുപോലെ തന്നെ ടയർ പഞ്ചർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് മിക്ക ധാബകളിലും ഉണ്ടാവും. നമുക്ക് ഫ്രണ്ടിലൊക്കെ എയർ ഉണ്ട്. ഈ ഒരു വീലിൽ മാത്രമേ കമ്മിയായിട്ട് തോന്നണം അല്ലടാ. ശരിക്കും നമ്മൾക്കും തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ട്യൂബ് ഇങ്ങനെ കുളത്തിടാൻ പറ്റുകയാണെങ്കിൽ ടയർ നല്ല ക്ലിയർ ആയിരിക്കും. ഒരു ഹോൾ ഇട്ടാണ്ടേ അവിടെ കുറച്ച് ഇവിടെ ഇടേണ്ടി വരും. അപ്പോഴാണ് ഇങ്ങോട്ട് ഇങ്ങനെ പാറി. അപ്പോൾ ഇതിൽ കമ്മി ഉണ്ട്. ശരിയാ, നല്ല കമ്മി ഉണ്ട്. പഞ്ചറാവും ഇങ്ങനെ ഓടിക്കഴിഞ്ഞാൽ പഞ്ചറാവും. ഇങ്ങനെ എയർ കമ്മിയായിട്ട് ഓടാൻ പാടില്ല. അത് ഏത് വണ്ടി ഓടാൻ പാടില്ല, പഞ്ചറായി പോകും. ഇന്ന് നമ്മൾ വണ്ടിയിലെ വെള്ളമാണ് എടുക്കുന്നത് അല്ലേ. വണ്ടി വെള്ളത്തിന് ഇപ്പോൾ 30 രൂപയൊക്കെ ആവും കേട്ടോ. 20 ലിറ്ററിന് 30 രൂപയൊക്കെ ആവാൻ സാധ്യതയുണ്ട്. വണ്ടി വെള്ളമാണ് നമ്മൾ എടുക്കുന്നത്. ഏതായാലും എത്രയായാലും നമുക്ക് എടുക്കൽ നിർബന്ധമാണ്. വെള്ളം കിട്ടണ്ടേ, വെള്ളം വേണ്ടേ. ഇവിടുത്തെ ഒരു വെള്ളത്തിൻ്റെ ലഭ്യത കുറവും അതുപോലെ തന്നെ ഫിൽറ്റർ വാട്ടർ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാ കടകളിലേക്കും ഇവർ ഉപയോഗിക്കുന്നതൊക്കെ ഇത്തരത്തിൽ വണ്ടികളാണ്. ഇതൊരു ബിസിനസ്സായിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ ക്യാനിലേക്ക് വെള്ളം എന്ന് പറഞ്ഞാൽ 40 റുപ്യാണ് അവർ പറഞ്ഞത് അല്ലേ. 40 റുപ്യ അല്ലേ. അല്ല, കൂളിംഗ് കേട്ടോ, നല്ല തണുത്ത വെള്ളമാണ്, തണുത്ത വാട്ടറാണ്. അല്ല, ഇങ്ങനെ ഈ സാധനത്തിൽ വെക്കുകയാണെങ്കിൽ വെള്ളം വല്ലാതെ ഒന്നും തണുപ്പ് പോവില്ല അല്ലേ. ഒരു ഫ്രീസറായിട്ടാണത്. ലോറിക്കാരും പറഞ്ഞത്. ഓക്കെ. നമ്മളപ്പോൾ കുക്ക് ചെയ്യാനുള്ള സ്ഥലം തപ്പിക്കൊണ്ടിരിക്കുവാണ്. അവിടെ വെള്ളം എടുത്തുനിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ പോന്നു. ഇവിടെ സൈൻ ബോർഡ് മേൽ നമുക്ക് നാഗ്പൂരിലേക്ക് 161 കിലോമീറ്ററാണ് കാണിക്കുന്നത്.
867 കിലോമീറ്റർ. 867 കിലോമീറ്റർ കൂടി നമ്മൾ ഓടി കഴിഞ്ഞാൽ വാരണാസിയിലേക്ക് എത്തും. ഒരു 10-40 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് സ്ഥലം കിട്ടിയത്. ഈ ഹൈവേയിൽ എവിടെ സ്ഥലമുള്ള നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ അടുപ്പ് വെച്ചിട്ടുണ്ട്, ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, തിളച്ചുകൊണ്ടിരിക്കുവാണ്. ചെറുപയറോ? ചെറുപയറും പിന്നെ തക്കാളി താളിപ്പാ മതില്ലേ? ആ അപ്പോൾ ചെറുപയർ കൊണ്ടുള്ളൊരു ഉപ്പേരും തക്കാളി താളിപ്പാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. കിഴങ്ങും തക്കാളിനെ ഉള്ളൂ അല്ലേ? ഉള്ളില്ല. ആ അപ്പോൾ തക്കാളി താളിപ്പ് മതി. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ അതിൻ്റെ പരിപാടികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെറുപയർ റെഡി ആക്കിയിട്ടുണ്ട്. മുളക് ഇട്ടിക്കണം, ഉപ്പിടണം. കുറച്ച് ഉപ്പും കൂടി ഇട്ടാൽ നമുക്ക് നേരെ അടുപ്പത്തേക്ക് വെക്കാം. ചോറ് എന്തായി? ആയോ അറക്കാം. ഇതിലതൊരു കാളവണ്ടി പോകണം. അതിൻ്റെ ബാക്കിലൊരു കാളനെ കെട്ടിയിരിക്കണം. അല്ലാണ്ട് കൂട്ടന്മാരാ. റോങ് സൈഡാ പോകണം കേട്ടോ ആൾക്കാർ. അത് കുഴപ്പമൊന്നുമില്ല, കോട്ടയുണ്ട്. ഓക്കെ, കുക്കറൊന്ന് വലുത് അടുത്ത യാത്രയിലുണ്ടാവും കേട്ടോ ഗൈസ്. അല്ലേ, വലുതാണോ? ആദ്യത്തെ വിസിലൊന്ന് സ്പീഡിൽ അടുപ്പിക്കാം, അത് തീ കൂട്ടിയിട്ട്. പിന്നെ 2-3 വിസിൽ ഞങ്ങൾ അടുപ്പിക്കില്ല. പിന്നത്തെ 2 സിമ്മിലിട്ടാണ് അടുപ്പിക്കാം. ഇനി ചോറ് ഊറ്റിയിട്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കുക തക്കാളിയല്ല, അത് പെട്ടെന്നാണോ പരിപാടിയാണ്. സംഭവം 2-3 വിസിലൊക്കെ കഴിഞ്ഞു. 4ാമത്തോനും ഇവിടെ പുറപ്പെടാനായി. എന്താ അവസ്ഥ അറിയില്ല. എടുത്തു നോക്കല്ലേ? എടുത്തു നോക്കുക. തട്ടിയിട്ടല്ലേ? ഇനി ഒന്ന് തുറന്ന് നോക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ചെറുനേരം ഓക്കെ. ഇവിടേക്ക് വെക്കാം. ചട്ടി വെളിച്ചെണ്ണ അവിടെ ഇടയ്ക്ക് വെക്കാം. കടുകൊക്കെ ആകെ മസാല കടുകാണല്ലോ, അതുകൊണ്ട് വെള്ളമാണ്. അത് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്, റോഡൊക്കെ നനഞ്ഞു അല്ലേ? റോഡ് നനഞ്ഞു. അപ്പം നമ്മളെ കടുവറായി പൊട്ടിക്കൊണ്ടിരിക്കുന്നു. കടുക് പൊട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് കഴിയും? ചുറ്റിക്കെടുത്ത് അടിച്ചു പൊട്ടിക്കുക. ആ അല്ലെങ്കിൽ അത് നേരെ നമ്മളെ ഇവിടെ വെച്ചെടുക്കാം. ഇനി ക്യാമറ കൈമാറുകയാണ്. ഇനി കുക്കുവാണ്, കുക്കുവിൻ്റെ ഉപയോഗമാണ്. കുക്കുവാണ് തക്കാളിക്കറി ഉണ്ടാക്കുന്നത്. ഇതൊന്ന് ഉഷാറായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഓക്കെ, എന്നിട്ട് ഇത് അടച്ചേക്കാം. അടക്കട്ടെ. ഈ കുക്കുവിൻ്റെ തക്കാളിക്കറിയിലേക്ക് സ്വാഗതം. ആകെ തിരിച്ചും പോകുകയാണല്ലോ ഉക്കോ. ഓ, കഞ്ഞിൻ്റെ വെള്ളത്തിൽ തളിച്ചണം കേട്ടോ. കത്തി, ചട്ടി കത്തി. കുക്ക് പേടിച്ചു. കാളിയാ മതി മതി. ആവാ വെള്ളം. അങ്ങനെ കഞ്ഞിവെള്ളത്തിലാണ് തക്കാളി തളിച്ചതെന്ന് പറഞ്ഞു. കടുക് കണ്ട മേലെ കിടക്കണേ. ആകെ 2 തക്കാളി അല്ലേ, അതിന് വെള്ളം ഒരു പിന്നാണം വെള്ളം വെച്ചു. ഞാൻ എന്തായിക്ക് വേറെ എന്തെങ്കിലും ഇടാണ്ടോ? ഉപ്പ് മതി. ഞാൻ വേണമെങ്കിൽ പിന്നെ ഇടാം. എന്നാ ഇനി വേഗട്ടല്ലേ? തക്കാളി വെന്താ കറിയാവും കേട്ടോ. നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചാണ്ട് നമ്മൾ ഈ സുഹൃത്തിൻ്റെ കൂടെ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓട്ടോറിക്ഷ എന്താ അവിടെ പഞ്ചറായിട്ടുണ്ട്. അപ്പോൾ അത് പൊന്തിക്കാനാണ്. ഞങ്ങൾ മസിലുള്ള ആളുകളെ കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ആ കുക്കൊക്കെ പണി കിട്ടിയടാ. ഓ മൈ ഗോഡ്, ചെരുപ്പ് പൊട്ടി കഴിച്ചു, ചെരുപ്പ് പൊട്ടി. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 100 രൂപയുടെ ചെരുപ്പും വാങ്ങും. അപ്പോൾ ഇതാണ് വണ്ടി. ഈ വണ്ടിയുടെ ഏത് ടയറാണ് പഞ്ചറായത് അറിയില്ല. ഓ ഭായ്, ഏ ഗാഡി പ്രൈവറ്റ് പ്രൈവറ്റ് ടാക്സി നെയ്യാ. ആ, അപ്പോൾ ഈ ടയറാട്ടോ പഞ്ചറായത്. നമ്മൾക്കും തന്നെ ഇതുപോലത്തെ സിറ്റുവേഷനൊക്കെ വരാം. അപ്പോൾ ആരെങ്കിലൊക്കെ നമ്മൾ വിളിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വിളിച്ച ഉടനെ വന്നത്. പിന്നെ അവർ നമ്മളെ കണ്ടു ചെയ്തിട്ടുണ്ട്. ഇതെന്താ വേണ്ട വെച്ചാൽ ജാക്കി മേരെ പാസ് ജാക്കിയാ മേരെ പാസ് ജാക്കിയേ. ആ ഓക്കെ 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 മാലും മാലും. അതായത് പൊന്തിച്ചാൽ മതി. ഞങ്ങൾ സാധാരണ സ്റ്റാൻഡിൽ അതിനെ കാട്ടിൽ ഇവിടെ പൊന്തിച്ചും ഓൻ ആ മൂപ്പര സ്പോട്ടിൽ അത് കൊടുക്കും. അങ്ങനെ സെറ്റപ്പ് പരിപാടിയാണ്. ആ സെറ്റപ്പ് പരിപാടി ആക്കിയാലും. അപ്പോൾ ആ ലൂസാക്കിയാണ്. ഇത് ആപ്പയാണല്ലേ. കുക്കുവിൻ്റെ കജ്ജിലാട്ടോ വണ്ടിക്കണ്. മോനെ ഇവിടെ ടയർ ഞങ്ങൾ വെച്ചിട്ടില്ല.
ഏതായാലും ടയർ വെച്ചുകൊണ്ട് നിർത്തിയേക്കുവാണ്. ഇപ്പോൾ ജാക്കിൻ്റെ ആവശ്യമൊന്നും ഇല്ലതായിരിക്കും ഓട്ടോറിക്ഷയാണെങ്കിൽ. ഗൈസ് ഇതേ പിരിയേ റോങ് ആയിട്ടാണ് ഈ വണ്ടിൻ്റെ. ഇത് ലൂസ് ആവണമില്ല. നോ ലൂസിങ്. ഇതൊന്നും അയച്ചിട്ട് തന്നെ ഇല്ല ഇപ്പൊ അടുത്തൊന്നും. डिक्स घुमून राहिला का बघा हो खाली तरी गाडी आपण हां खालीच ठेवा लागते क्या डिक्स नीचे रखना पड़ेगा, वो निकल रहा है इसमें. इसको आगे ऊपर ले देखो अब देखो बरा ना one more. ഓ കിട്ടിട്ടോ, കിട്ടി ഗൈസ്. उठा अरे यार उठा उठा ओ up हाँ उठा थोड़ा लब. ओके. കേട്ടോ ലൂസ് पूरा लूस गया. हाँ नहीं है थोड़ा बहुत तो कर, थोड़ा टाइट. पूरा नहीं है. ये वाला हो गया. ഇത് ടൈറ്റ് ആണില്ലേ, ഇതിന്റെ പിരി പോയെന്ന് അറിയില്ല. ഓക്കെ ओके ബൈ बाय. कभी भी आए बड़की में अपनी शक्ल पहचान के आपने को आवाज देने का. എന്താണ് അവിടെ എനിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. ഏതായാലും കുഴപ്പമില്ല, എന്തോ കാര്യമായിട്ടൊന്നും പറഞ്ഞാണ്. ആരല്ല എനിക്ക് പിന്നെ എല്ലാം അറിയാലോ. വന്നപ്പോ കാണാൻ തുടങ്ങിയ വണ്ടി അതെ, ഇപ്പൊ കുറെ നേരെ എന്ത് എവിടെ നിർത്തിക്കണോ അറിയോ, ഹൈവേന്റെ അതെ. നമ്മള് ഭക്ഷണം കഴിക്കല് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മള് ഒരു പോക്കറ്റ് റോഡ് കയറുവാണ്. അതായത് ഇതൊരു ഗ്രാമത്തിലേക്കുള്ള വഴിയായിരിക്കും. ഒരു ഗ്രാമീണ കാഴ്ചകൾ കയറി പോവാണ്. ഇന്ന് വേറെ എവിടേക്കും പോയില്ല. അപ്പോൾ ഇന്ന് നമുക്ക് വേറെ എവിടെ പ്രത്യേകിച്ച് എടുക്കാനുമില്ല. ഇന്നത്തെ ഗ്രാമം മഹാരാഷ്ട്രയിൽ കയറിയിട്ടുള്ള ആദ്യത്തെ ഗ്രാമമാണ് ഞങ്ങൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഗ്രാമം. ആ പിന്നെ കൃഷിയിടങ്ങളൊക്കെ ഫുള്ളായിട്ട് കൃഷി ചെയ്യാതെ കിടക്കുകയാണ്. ഇപ്പൊ സീസണായിട്ട് വിത്ത് പാകിയിട്ടുണ്ട് അവര് അല്ലേ, വിത്ത് പാകി. ആ ചിലയിടങ്ങളിലൊക്കെ മുള പൊട്ടി വന്നത് കാണാൻ നമുക്ക്. അപ്പൊ എല്ലാ ഭാഗത്തും എന്താ വരമ്പ് മാടി അതിൽ വിത്തിട്ട് വെച്ചിട്ടുണ്ട്. കുറെ പൈപ്പ് കിട്ടുന്നുണ്ടോ? ആ കുറെ പൈപ്പും കാര്യം അങ്ങനെ കൃഷി ഈ മഴക്കാലം ഈ മഴയെ തുടക്കമാക്കിക്കൊണ്ട് കൃഷി ആരംഭിക്കുവാണ് ഇവിടെ. അപ്പൊ നമ്മളിപ്പോ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കൃഷി ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല കേട്ടോ. ഞങ്ങൾ അന്ന് വന്നെന്ന് ഇവിടെ ഈ മഹാരാഷ്ട്രയിൽ കയറിയപ്പോ തന്നെ ഉള്ളിയെ കണ്ടിരുന്നു പ്രാവശ്യം, പക്ഷെ അങ്ങനെ ഒന്നും കാണാൻ വേണ്ടി പറ്റിയില്ല അല്ലേ. ഉള്ളി ഒരുപാട് സാധനങ്ങള്. ആ പ്രാവശ്യം ഒന്നും കാണാൻ വേണ്ടി പറ്റിയില്ല. ഒക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുവാണ്. ഈ ഗ്രാമത്തിൽ കയറിയിട്ടുണ്ട്. സ്കൂൾ എന്താ അംഗനവാടി സ്കൂൾ തന്നെ ഉണ്ടല്ലേ. പിന്നെ കാളവണ്ടി എല്ലാ വീട്ടിലും ഉണ്ട് കേട്ടോ. കാളവണ്ടി കണ്ടോ, ഇതാണ് വിത്ത് പാകണ കാളവണ്ടിയാണ്. അതായത് പമ്പില് കണ്ടുന്നല്ലോ. ആ പമ്പില് കണ്ടുന്നു. അത് എങ്ങനെയാണ് പരിപാടി ഞങ്ങൾക്ക് മനസ്സിലായത്. അങ്ങനെ ഗ്രാമത്തിന്റെ നടുക്കിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുവാണ്. നടുവെന്ന് വണ്ടുവിന്റെ നടുവില്ലേ. ആ ഓക്കെ, അതായത് ഇഷ്ടിക വീടല്ലേ. ഇഷ്ടിക വീടാണ്. ഞങ്ങൾ എവിടേക്കാ കൊണ്ടുപോകണം അറിയാം. ഈ രണ്ട് കാണുന്ന മതിലല്ല, രണ്ടും വീടുകളുടെ ചുവരുകളാണ്. അതെ, അതാണ് ആ ഇവിടെ എന്താ ഒരു പുഴ ഒഴുകുന്നുണ്ട്. എന്താ എന്തൊരു അരുവി എന്താ ഒഴുകുന്നുണ്ട്. കറങ്ങിക്കണം. ആ വെള്ളം പറ്റ കളിക്കാറ്. ചെക്കന്മാരാണ്ടോ, ചെക്കന്മാര്. ഹായ്, आपका नाम क्या है? चेतन दीपक बाबू. ഓ കഴിഞ്ഞോ ഈ വീടിന്റെ ഇവിടുത്തെ അരിന്റെ കഴിഞ്ഞോ വന്ന്
കന്നുകാലി വളർത്തലൊക്കെ ഇവിടുത്തെ ഒരു പ്രധാന വരുമാനം തന്നെയാണ് അല്ലേ? അതന്നെ പരിപാടി. കാളകൾ ഇഷ്ടം പോലെ. ഇതൊരു പുഴ തന്നെ കേട്ടോ ഗൈസ്, കണ്ടോള് ഒരു പുഴ തന്നെയാണ്. പക്ഷെ വെള്ളം ഇപ്പൊ കുറവാണ് തന്നെ കുറവാണ് അല്ലേ? കാരണം അവിടെ ആള് കളിക്കണ വളരെ തിങ്ങി പാർക്കുന്ന ഒരു ഗ്രാമമാണ്. വീടുകൾ അല്ലേ? തിങ്ങി പാർക്കുന്ന വീടുകളാണ്, ആളുകളാണ്. ഇതിനങ്ങനെ അതിന് വഴി ഉണ്ടോ എന്തോ ഒന്നും അറിയില്ല. പോയി നോക്കുകയാണ് ഞങ്ങള്. വഴിയില്ല, വഴി കഴിഞ്ഞു. അപ്പൊ തിരിച്ചു പോവാൻ, തിരിക്കാൻ പോലും ഗ്യാപ്പില്ല അവിടെ. തിരിക്കുകയാണ് ഞങ്ങള്. അവിടെ നാട്ട് വഴിയില്ല, കഴിഞ്ഞു. ഈ ഗ്രാമം അത്രേ ഉള്ളൂ. നമുക്ക് വേറൊരു വഴി കയറി നോക്കാം. പോരട്ടെന്ന് ചോദിച്ചു നമ്മളവിടെ. ഞാൻ അവിടെ വരെ പോരട്ടെ. അത് ചെക്കന്മാര് കുടിച്ചേക്കാണ്. അല്ല ഒരു പേടിയുണ്ടാവും. അതിന്റെ മക്കളെ നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. നല്ല തണുത്ത കാറ്റും വരുന്നില്ലേ? അതാ പറഞ്ഞ നല്ല മഴ വരുന്നുണ്ട്. മുന്നിലേക്കൊക്കെ നോക്കിയാൽ ഇരുണ്ട് മൂടി കിടക്കുവാണ്. കുഴപ്പമൊന്നുമില്ല, പെയ്തോട്ടെ. ഇവിടെ 2 ദിവസമൊക്കെ ആയിട്ട് മഴ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ റോഡിലൊക്കെ ചെളി വെള്ളക്കെട്ട് കാര്യങ്ങളൊക്കെയാണ്. നല്ല കാറ്റും ഉണ്ട്, ആകെ ഇരുണ്ട് മൂടിയിരിക്കുവാണ്. മൊത്തത്തിലേ ശോകമാവും. മഴ തുള്ളിട്ട് തുടങ്ങിയിട്ടുണ്ട്, പെയ്തിട്ടില്ല, പെയ്യുന്ന ഉറപ്പാ. മഴ പെയ്തപ്പോൾ ആട്ടിൻ പറ്റ മുന്നിൽ ചാടി. അതുകൊന്നുമില്ലല്ലേ, ഒക്കെ വിറ്റുകണ്. ചങ്ങന്മാരെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഗ്രാമങ്ങളൊന്നും കയറാൻ വേണ്ടി പറ്റിയില്ല. ഇപ്പം സമയം എന്ന് പറഞ്ഞാൽ 5 മണിയായി. അതിനിടയ്ക്ക് കുക്കൂന്നൊരു പല്ലുവേദന വന്നു. അപ്പം എന്താ വെച്ചാൽ ഒരു സ്ഥലത്ത് പല്ലുവേദനൻ്റെ ഒരു അവസ്ഥ എനിക്കുണ്ടായതാണ്, ഉണ്ടാവലുണ്ട്. അത് തല കുലുങ്ങി കഴിഞ്ഞാൽ ഏറെയാണ് വേദന അല്ലേ? അപ്പോൾ ഒരെണ്ണം റോഡാണ്, ഹൈവേ ആണ് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ബ്രിഡ്ജൊക്കെ വരുമ്പോഴൊക്കെ ഉള്ള ടപ്പാറ് ചാടുകയാണ്. ഇതിന് സോക്കാപ്സറൊക്കെ അത്ര വോട്ടർസ് അല്ലേ. അപ്പോൾ കുറച്ചേരം ഇരിക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഒരു സർവീസ് റോഡിന് നിർത്തിയേക്കാം. സർവീസ് റോഡാണ്, സർവീസ് റോഡിന് നിർത്തിയ ഹൈവേ ആണ് മേലെ കൂടെ പോകുന്നത്. അപ്പോൾ ഏതായാലും ഇപ്പോൾ ആക്കില്ലടാ, ഇപ്പോൾ കുഴപ്പമില്ല. ഗുളിക ഉണ്ട് അല്ലേ? ഗുളിക ഉണ്ട്, വേദനയ്ക്കുള്ള ഗുളിക ഉണ്ട്. പിന്നെ ചായ കുടിക്കരുത്, ചായ കൂടി കുടിച്ചിട്ട് പോകാമെന്ന് എഴുതിയിട്ട് ഇരിക്കുവാണ് അല്ലേ? അങ്ങനെയെങ്കിൽ ഇന്നത്തെ പയണം അവസാനിച്ചിരിക്കുന്നു അല്ലേ? നമ്മൾ യാത്ര നിർത്തിയിട്ടോ. അപ്പോൾ 6:30 സമയമായി. ഞങ്ങൾ ഈ നമ്മുടെ രാജ്യത്ത് ഈ നേരം വരെയൊക്കെ ഓടാൻ പറ്റുള്ളൂ, അതാണ് സേഫ്. ഇപ്പോൾ ഈടായി തുടങ്ങി. ഇപ്പോൾ ഇങ്ങനെ ഒരു ദാബേൽ കിട്ടിയിട്ടില്ല, ചോദിച്ചിട്ടില്ല. നമ്മളോട് വന്ന് നിന്നിട്ടുണ്ട്. ദാബതാണ് മമ്മക്കതാബ. അപ്പോൾ ദാബതാണ്. നമ്മൾക്ക് ചായ ഇട്ട് നോക്കാം. ചായ ഞങ്ങളെന്നും ചായ കുടിച്ചിട്ടാണ് ചോദിക്കാറില്ലേ? ചെരുപ്പിടണോ? ദാബയിൽ ഇവിടെ ഭയങ്കര പച്ചക്കറി ഏരിയയിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലാണ്. അധികം ലോറികളൊന്നുമില്ല, ആരുമില്ല. ഞങ്ങൾ വണ്ടി മാത്രമേ ഉള്ളൂ. നമ്മളെ ഇവിടെ നിൽക്കാനുള്ള പെർമിഷൻ കിട്ടിയിട്ടില്ല കേട്ടോ. കിട്ടുമായിരിക്കും അല്ലേ? ഗൈസ്, ഇന്നലെ തൊട്ട് നമ്മളുടെ വണ്ടിയിൽ ഒരു കീക്കാരാണ് ജന്തു കുടുങ്ങിയിരിക്കുന്നത്. നിങ്ങളോട് പറയാം, ഇതിൻ്റെ ശല്യം ചേർത്തോന്നല്ല. അപ്പം അതിനൊന്ന് തട്ടിയെടുക്കണം. എടുക്കാൻ വയ്ക്കുമല്ല. കാരണം ഈ ഇന്നറിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതായത് ഇവിടുന്ന് ഇങ്ങനെ തട്ടി കൊടുക്കാന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേ എല്ലാ സാധനം ഇറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. അതിലേക്ക് സാധനങ്ങൾ വെച്ചുകൊണ്ടിരിക്കുവാണ്. കുക്കു ദാണ്ട് അവിടെ സിനിമ കാണുന്നു. അവിടെ ഇരുന്നവിടെ ചുവപ്പുള്ള ഷർട്ട് കുക്കുവാണ്. സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ. എന്തേലും ആവട്ടെ. ഞാനിതൊന്ന് ഈ കീ സൗണ്ട് ഓന് ഭയങ്കര അരോചകമാണ്. ഓന് മാത്രമല്ല, എനിക്ക് നമുക്ക് കിടക്കാൻ പറ്റണില്ല. ഇന്നലെ തന്നെ ഞങ്ങൾ കിടക്കാറിന് അങ്ങോട്ട് ഉറങ്ങിയേക്കുവാണ്. രാത്രി 2-2:30 ഉറങ്ങിയപ്പോൾ. ഇവൻ്റെ ഈ ശല്യം കൊണ്ട്. അപ്പോൾ ഒന്ന് നോക്കട്ടെ കേട്ടോ. ദാബയൊക്കെ ഇപ്പോൾ സമയം എത്രയാറിയോ? 11:40. 11:40 ദാബയൊക്കെ ഇങ്ങനെ ഫുൾ ഓണായി കിടക്കുവാണ് അല്ലേ? ഫുൾ ഓണാണ്. അത് ഒറ്റ വണ്ടിയില്. ഇപ്പം വന്നപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ വന്നപ്പോൾ വണ്ടി ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഫുള്ള് വണ്ടികളാണ്. ഇപ്പൊ ഇത് വന്നിട്ടുള്ളൂ.
ഈ ദാബേല് സത്യം പറഞ്ഞാൽ നല്ല നല്ല കാഴ്ചകളാ. കാഴ്ചയിലാണ്. ഞങ്ങൾ അതുകൊണ്ടാ പമ്പ് എടുക്കാത്തേ, ഒച്ചയും പൊടി ഉണ്ടാകാൻ വേണ്ടിട്ട് അല്ലേ. പമ്പിലെന്താ, പമ്പില് നമ്മളെ മമ്മൂക്ക സൗണ്ട് പറയും ഇത്ര അക്കൗണ്ടിക്ക് പൈസ കയറി. അതുപോലെ പിന്നെ രണ്ടാളുണ്ട് ഓരോ വാട്ടിൽ ഫോണുമ്പോ കളിച്ചിരിക്കും. ഇവിടെ ആവുമ്പോ അങ്ങനല്ല, അവിടെ ഈ കണ്ട വണ്ടിക്കുള്ള ഡ്രൈവർമാരൊക്കെ ഉണ്ടാവും. ഓരൊക്കെ നല്ല രസമാണ്. ദാബക്കുള്ളിലൊക്കെ ഇപ്പൊ കയറി കഴിഞ്ഞാലേ ഇവിടുത്തെ പമ്പിന്റെ അവസ്ഥ അറിയുമ്പോ ഒരു ആലുവടപ്പാണ് അല്ലേ, കറണ്ട് അടുപ്പാണ്. കറണ്ട് അടുപ്പിലാണ് ഒരു ഭക്ഷണം ഉണ്ടാക്കണത്. ഇതുപോലെ നമ്മുടെ നാട്ടിലും ചെയ്തിട്ടുണ്ടെങ്കിൽ സെറ്റാണ്. നമ്മളെ നാട്ടിലത്തോരൊക്കെ പുറത്തുനിന്ന് ഭക്ഷണം ആയതുകൊണ്ട് വീട് അടുത്തായോണ്ട്. ഏതായാലും ഇതാണ് ഹൈവേ, നാഷണൽ ഹൈവേ 44. അതിന്റെ വക്കിലെത്തി ഞങ്ങള്. ഇപ്പൊ നമ്മൾക്ക് ഇവിടെ തൊട്ടടുത്ത് ടൗണ് കാര്യമൊന്നുമില്ല ഗൈസ്. ഇപ്പൊ ആ കാണുന്ന ലൈറ്റ് കാര്യങ്ങളൊക്കെ, വണ്ടിന്റെ ലൈറ്റും കഴിഞ്ഞിട്ട് കാണുന്ന വെള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് അതും ദാബയാണ്. ഒറ്റപ്പെട്ട ഏരിയകളില് നമ്മള് നൈറ്റ് ഡ്രൈവും കാര്യമൊക്കെ നമ്മളുടെ ഒരു സേഫ്റ്റിയും കൂടി നമ്മൾ നോക്കണമല്ലോ. യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് എന്താ പറയാ അപകടം പിടിച്ച രീതിയിൽ പോവാന്നുള്ളതല്ല. നമ്മൾക്ക് സേഫായിട്ട് നിൽക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുക. അത് കുറച്ച് നേരത്തെ ആണെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ തിരഞ്ഞെടുക്കുക. ഇപ്പം ഈ വാഹനങ്ങളൊക്കെ ഇവിടുന്ന് പോവാണ്, ഭക്ഷണം കഴിച്ചാണ്ട് പോവാണ്. അങ്ങനെ പോകുന്നവരുണ്ട്, പോവാത്തവരുണ്ട്. ഇപ്പം ഞങ്ങൾ ഈ നേരം വരെ ഞങ്ങൾ ദാബേൻ്റെ തന്നെ ആയിരുന്നു. ഞങ്ങൾ അതിനകത്തായിരുന്നു. അകത്ത് പറഞ്ഞാൽ അതിനകത്ത് പോയിരിക്കുമ്പോൾ TV ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ ഒക്കെ ഉണ്ട്. കാരണം പാട്ട് കാര്യമൊക്കെയാണ്, അല്ല ഹിന്ദി പാട്ടും കാര്യമൊക്കെയാണ് അവർ കളിക്കുന്നത് അല്ലേ. അതെ. അപ്പോൾ അങ്ങനെയൊക്കെ രസമായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നത്. പിന്നെ ഇപ്പോഴാണ് ഞങ്ങൾ പുറത്ത് കളഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചില്ല. പിന്നെ നേരം വരെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചില്ല. ഏതായാലും അതാണ് നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ. നമുക്ക് നൈറ്റിൽ പ്രത്യേകിച്ച് ഒരു പരിപാടിയൊന്നുമില്ല. ഇതുപോലെ ദാബയിലാണെങ്കിൽ പിന്നെ ഇങ്ങനെ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ നിൽക്കാം. ഇനിയിപ്പോൾ ഞങ്ങളും തന്നെ ഭക്ഷണം കഴിച്ച് ബെഡിട്ട് ഞങ്ങൾ കിടക്കാനുള്ള പരിപാടിയിലാണ്. നമ്മൾ താണ്ട ആ ലൈറ്റ് കാണുന്നിടത്തായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. നമ്മളുടെ വണ്ടിയിൽ ഇപ്പോഴും അത് കീ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. എവിടെ നിന്നാണെന്ന് മനസ്സിലാവണില്ല വയസ്സ്. കാരണം ഈ വുഡിൻ്റെ ഉള്ളിൽ കൂടെ ഇന്നറിൻ്റെ ഉള്ളിൽ കൂടെ കയറി ഉണ്ടാവും. എന്തായാലും ആട്ടെ, എന്തായാലും ഇപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് ഒക്കെ കയറ്റാം അല്ലേ. അങ്ങനെ നടക്കുള്ളൂ ഇനി. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ ഇനി ബെഡ് സെറ്റാക്കുമ്പോൾ അവിടെ കയറ്റുമായിരിക്കും നന്നാവുക അല്ലേ. എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ ഞങ്ങൾ വിളിച്ച് വൈൻഡപ്പ് ചെയ്യണം. അടുത്തുള്ള വീഡിയോ ആയിട്ട് വരാം. ഇന്നത്തെ ഉറക്ക് അവൻ കൊണ്ടുപോയി.